ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഈസി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും, അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത്രയും മോയ്സ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പോൾ റെസിപ്പി നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു ഹാഫ് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. കൂടെ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ഫ്ലോർ മിക്സ് മാറ്റി വയ്ക്കുക. ഇനി സെയിം ബൗളിൽ തന്നെ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. കൂടെ ഹാഫ് കപ്പ് ഷുഗർ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്ത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ബീറ്റർ ഉള്ളത് കൊണ്ട് ബീറ്റർ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സി ഉപയോഗിച്ച് ചെയ്യാം. ഇതിനു മുമ്പ് മിക്സി യൂസ് ചെയ്ത് കേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലുണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ആ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. പിന്നെ ഇതിലും വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് ഡബിളാക്കി എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനത് മറന്ന് കൊക്കോ പൗഡർ നേരത്തെ ചേർത്ത് കൊടുത്തു. എന്നാലും പ്രശ്നമില്ല, നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അതിനുശേഷം കൊക്കോ പൗഡർ ചേർത്താലും മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അരിപ്പയിലൂടെ വേണം ചേർത്ത് കൊടുക്കാൻ. അരിപ്പയിലൂടെ അരിച്ച് ചേർക്കുന്നത് കേക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്. അങ്ങനെ മിക്സ് ചെയ്താൽ ബീറ്റായി വന്ന എഗ്ഗൊക്കെ താന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ മിക്സ് ചെയ്താൽ മതി. ഇനി ഫ്ലോർ മിക്സ് ആഡ് ചെയ്യാം. ഇതും കുറേശ്ശെ ബാച്ചസ് ആയിട്ട് മാത്രം ചേർത്ത് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബേക്കിംഗ് ആണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിത് ചെയ്യാറ്. ബേക്കിങ്ങിൻ്റെ ഓരോ പ്രോസസ്സും നല്ലതുപോലെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഫൈനൽ കേക്ക് ബേക്കാവുന്നത് പെർഫെക്റ്റ് ആയി വന്നാൽ ബേക്കിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ ചെയ്ത കേക്ക് സക്സസ് ആയ അതേ സന്തോഷം തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഫേസിൽ ഉണ്ടാവാറ്. അത് ഓരോ ബേക്കേഴ്സിനും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും അല്ലേ. കുറേശ്ശെ മാത്രം ഫ്ലോർ മിക്സ് ആഡ് ചെയ്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. സ്പാച്ചില കൊണ്ടാണെന്നുണ്ടെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഡബിൾ സ്പീഡിൽ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. നിങ്ങൾ പതുക്കെ മാത്രം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ബാക്കിയുള്ള ഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മസ്റ്റായിട്ടും കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇവിടെ ഫ്ലോർ മിക്സ് ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്ററൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും പാത്രം എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈയിങ് പാനിലും ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് ബാറ്റർ മുഴുവനായി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി എൻ്റെ അടുത്ത് ഡയറി മിൽക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് കേക്കിൽ ചേർക്കുന്നുണ്ട്. കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ കേക്ക് ഇതിലും ടേസ്റ്റി ആയിട്ട് തോന്നും. അതിനു വേണ്ടി മാത്രം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കേക്ക് ടിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെച്ച് കൊടുത്താൽ മതി ചോക്ലേറ്റ്സ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ മുമ്പേ ചേർത്ത് കൊടുത്ത് കേക്ക് ടിന്നൊന്ന് തട്ടിയപ്പോൾ ആ ചോക്ലേറ്റ്സ് എല്ലാം താന്നുപോയി. എന്നാലും പ്രശ്നമൊന്നുമില്ല, മുകളിൽ തന്നെ ചോക്ലേറ്റ് ഇരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രം 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 20 to 25 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ കുക്കറിലോ അല്ലെങ്കിൽ ഫ്രൈയിങ് പാനിലോ ചെയ്തെടുക്കാൻ പറ്റും. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ ഫ്ലെയിമിൽ മാറ്റം ഉണ്ടാവും. എനിക്കിത് 20 മിനിറ്റിൽ ആയി കിട്ടി. അടിപൊളിയായി തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് സ്മെല്ലാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ. അകത്തൊക്കെ കുക്കായോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് കേക്ക് ടിന്ന് മാറ്റി വെക്കുക. ഇതിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലെയർ വന്നത് ഗ്രീസ് ചെയ്യുമ്പോൾ മൈദ ഡസ്റ്റ് ചെയ്തതിൻ്റെ അതെടുത്ത് മാറ്റിയാൽ പോവും. അത് അങ്ങനെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂടോടെയോ ചൂടാറിയോ നിങ്ങൾക്കിത് കഴിക്കാം. ഞങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് ഇപ്പം തന്നെ കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. ഇതുപോലെയൊക്കെ ടീ കേക്ക് ഉണ്ടാക്കി വെച്ചാൽ മക്കൾക്ക് വേറെ സ്നാക്സ് നോക്കേണ്ട ആവശ്യമില്ല. വായിൽ അലിഞ്ഞു പോവും, അത്രയും മോസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണിത്.
പിന്നെ ഇടയ്ക്കൊക്കെ ചോക്ലേറ്റ് പീസസ് കഴിക്കാൻ കിട്ടുന്നതുകൊണ്ട് ആ ഒരു ബൈറ്റ് എക്സ്ട്രാ ചോക്ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത്. കടയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം, മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോറും ചേർത്ത് കൊടുക്കാം, ഷുഗറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കാം. അതാ ഇതിപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. പ്ലേറ്റിലാക്കി വെക്കുന്നതേ കാണൂ, കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല, അത്രയും ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്നവരൊക്കെ ഇത് കഴിക്കാതിരിക്കാൻ നോക്കുക, കഴിച്ചാൽ നിർത്താൻ തോന്നില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് കഴിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പ്രഹസനമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ പിടിച്ച് നിൽക്കാൻ പറ്റൂ. പിന്നെ ഈ കേക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ്, സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് സെയിൽ ചെയ്യാം. സിംഗിൾ പീസായോ അല്ലെങ്കിൽ kg ലെവലായോ സെയിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്ന റെസിപ്പീസൊക്കെ മുമ്പ് ഞാൻ സെയിൽ ചെയ്ത ഐറ്റമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് കരുതി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് കേക്ക്സും ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻസൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഈ കേക്ക് ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാനും മറന്നു പോകരുത്. അപ്പോൾ അടിപൊളി കേക്ക് തന്നെയാണിത്. അടിപൊളി ചോക്ലേറ്റ് ഫ്ലേവറുള്ള ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. ഇതുപോലെ കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കേടാവാതിരുന്നോളും. 2 ദിവസമൊന്നും ഇരിക്കില്ല. ഇതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ടേസ്റ്റാണ്. അതുകൊണ്ട് 2 ദിവസമൊന്നും ഇരിക്കില്ല. എന്നാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.